സൗദി അറേബ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യമനിൽ നിന്ന് വലിയ ആക്രമണം സൗദിയുടെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറി ആയിട്ടുള്ള അരാംകോയിലേക്ക് ഉണ്ടായിരിക്കുന്നു. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളും ജിസാൻ പ്രവിശ്യയിലെ ഒരു വ്യാവസായിക നഗരത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായിട്ടുള്ള അരാംകോയെയും ലക്ഷ്യമാക്കി വമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നു. തൽഫലമായി നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ഇതോടൊപ്പം യാൻബു പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയും യമനും തമ്മിലുള്ള ശത്രുത അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. സൗദി അറേബ്യയുടെ ആക്രമണത്തിന് മറുപടിയായി യമന്റെ ഹൂത്തികളുടെ ആക്രമണം സൗദി അറേബ്യയിലെ 3 പ്രധാന പ്രവിശ്യകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ജിസാൻ, യാൻബു, ദമാം എന്നിവയെ ബാധിച്ചു. ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായി കണക്കാക്കപ്പെടുന്ന അരാംകോ യമന്റെ, അതായത് ഹൂത്തികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. ഇത് ആഗോള എണ്ണ വിപണിക്ക് വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കാൻ പോകുന്നു. ഈ ആക്രമണത്തിന് ശേഷം നിരവധി മേഖലകളിൽ വൈദ്യുതി ബന്ധങ്ങൾ തടസ്സപ്പെട്ടു. യാൻബു പ്രവിശ്യയ്ക്ക് ദേശീയ എയർലി വാർണിംഗ് പ്ലാറ്റ്ഫോമിൽ സൗദി സിവിൽ ഡിഫൻസ് അടിയന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US ഇറാൻ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റ് മുഴുവൻ പിരിമുറുക്കത്തിലായ സമയത്താണ് ആക്രമണങ്ങൾ. വെള്ളിയാഴ്ച രാത്രി വൈകി സൗദി അറേബ്യ യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഹൊദൈദ നഗരത്തെ ആക്രമിച്ചു. ഈ ആക്രമണത്തിന് സൗദികൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹൂത്തി വിദേശകാര്യ മന്ത്രാലയം സൗദി അറേബ്യയ്ക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂത്തികളുമായി ബന്ധപ്പെട്ട അൽ മസീറ TV പറയുന്നു, ഹൊദൈദിലെ ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ അവർ ലക്ഷ്യമിട്ടുവെന്ന്. കംറാൻ ദ്വീപും ആക്രമിക്കപ്പെട്ടു. ഒരു സ്ത്രീക്ക് അവിടെ പരിക്കേറ്റു. മറുവശത്ത് ചെങ്കടലിലും സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ബുധനാഴ്ച ചെങ്കടലിലെ സൗദി എണ്ണ ടാങ്കറുകളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചതായും കുറഞ്ഞതൊരു കപ്പലിനെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായും ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.